നമ്മുടെ ഏന്ന് പറയാനായിട്ടില്ല. അപ്പം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇവിടെ ഇപ്പൊ ചോദിച്ചിട്ടിരിക്കുന്ന ഒരേ ഒരു കാര്യം നമ്മുടെ പുലിവാഹനം ആരി കിട്ടി. കാരണം എന്താന്ന് വെച്ചാൽ നമ്മള് 3 പേരും ഇന്നലെ ജസ്റ്റ് വൈബടിക്കാൻ വേണ്ടി സിറ്റി 1 ഇങ്ങനെ കറങ്ങുകയായിരുന്നു. ഞങ്ങളപ്പോ ഫുഡ് കഴിക്കാൻ വേണ്ടി കേറി. അപ്പൊ നിർത്തിയിട്ടിരുന്നു ആ ഒരു റോഡ് സൈഡ്. ആ റോഡ് സൈഡിലോട്ട് ട്രക്ക് അങ്ങനെ താറിന്റെ അവസ്ഥ ഇപ്പൊ ഒരു ഫോട്ടോ ആയിട്ട്. അതെ അതെ, ഞാനൊരു ഫോട്ടോ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ഇപ്പൊ എഡിറ്റ് ചെയ്യുമ്പോ കാണാം. ഗൈസ് അപ്പോ ട്രിപ്പ് ബ്രോ സിവിക് ടൈപ്പ് ആറില്ലേ? അതാ ഞാനും ആലോചിക്കുന്നു, സിവിക് ടൈപ്പ് ആറിലൊക്കെ പോയാലോ? പോവാ. നമ്മള് എല്ലാ സംഭവം സെറ്റ് ചെയ്തില്ലേ? നമ്മള് ട്രിപ്പിന് വേണ്ടിയായിരുന്നു ഇത്ര. നമ്മൾ പാക്കിംഗ് എല്ലാം സെറ്റാക്കി വീട്ടിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ട്രിപ്പ് മാത്രം ഇങ്ങനെ പോകുന്നതാണ്. കാരണം നമ്മൾ ഇന്നലെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ? കഴിഞ്ഞ ബ്രോ ലഗേജ് ഒക്കെ എടുത്തിട്ട് വാ, നമുക്ക് ട്രിപ്പ് പോവാം. രണ്ടൊരു വണ്ടി കയറി. അപ്പൊ ഞാനിനി വണ്ടി എടുക്കട്ടെ. വണ്ടി കയറി നമ്മുടെ സിവിക് ടൈപ്പ് ആർ ഞാനെന്താ നമ്മുടെ 2.5 കോടിയുടെ മുതൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതെ അതിന് നമ്മൾ എടുക്കാത്തതിന്റെ കാരണം രണ്ടുപേരായിട്ട് പോയാൽ ട്രിപ്പിന്റെ സമയം പോകും. വീഡിയോ ഞാൻ മൗണ്ടനിലോട്ട് മാപ്പ് സെറ്റ് ചെയ്യട്ടെ. ഇതല്ലേ മൗണ്ടൻ? ആ എടാ എനിക്ക് കൊണ്ടിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ മാപ്പ് ഓഫ് ആവും. സോറി, ഫോൺ ഓഫ് ആയി. നിനാസിൻ്റെ ഫോണിനൊരു കുഴപ്പമുണ്ട്. അതിൻ്റെ ഫോണ് ചെറിയ ടൈം ഒന്ന് ആക്ടിവിറ്റി ചെയ്യാണ്ടിരുന്ന ഓഫായി പോകുന്നുണ്ട്. അത് ഞങ്ങൾ കുറേ നോക്കി, ഒന്നും മാറുന്നില്ല. ഇങ്ങനെയൊന്നും ചെയ്യണ്ടല്ലോ, ഇങ്ങനെ ഇന്റീരിയർ ഒക്കെ ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാൻ പോയാലും. ഇന്ത്യ ഗേറ്റ് എന്നാ നിങ്ങൾ ആലോചിക്കും, പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാർ പാർക്കിംഗ് പുതിയതായിട്ട് വന്നൊരു സംഭവമാണ്. യൂറോപ്പിൽ എങ്ങനെ ഇന്ത്യ ഗേറ്റ്, അത് നിങ്ങൾ ആലോചിക്കും. പക്ഷേ യൂറോപ്പ് ഇന്ത്യ ഗേറ്റ് അല്ല, CPM വേൾഡ് ഇന്ത്യ ഗേറ്റ്. അതിന്റെ സ്ഥലം എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. എൻ്റെ ഓർമ്മയിൽ ഇവിടെ ആയിട്ടാണെന്നാണ് ഓർമ്മ. എന്തായാലും ഇവിടെ പോയി നോക്കട്ടെ. ഇവിടെ അല്ലെങ്കിൽ അപ്പുറത്താവും. 5 minutes later. പിന്നെ കുറച്ച് കംഫർട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കാറിനെ കാട്ടിലും. അതെ അതെ, ദാറ്റ് ഇന്ത്യ ഗേറ്റ്. പുതിയതായിട്ട് വന്നതാണ്. ഇന്ത്യ ഗേറ്റ് ആക്കാൻ നോക്കി, പക്ഷെ ഇന്ത്യ ഗേറ്റ് ആയെന്ന് തോന്നില്ല. അതെ അതെ, ലോക അത്ഭുതങ്ങളിൽ ഒന്ന് ഇത്രയെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ഇത് CPM ഗേറ്റ് ആണ്. അതെ അതെ, ലോക അത്ഭുതങ്ങളിൽ ഒന്ന് അവരിവിടെ ക്രിയേറ്റ് ചെയ്തില്ലേ, അത് തന്നെ ധാരാളം. അതെ അതെ. ഓ പക്ഷെ ഇത് നല്ല വലിപ്പമുണ്ട്, നമ്മുടെ ഇന്ത്യ ഗേറ്റ് പോലെ തന്നെ. അതെ അതെ, എന്തായാലും നമുക്കൊന്ന് എൻ്റർ ചെയ്ത് അങ്ങോട്ട് ചാടി കളിച്ചിട്ട്. ഓക്കെ ബ്രോ, ഇനി നമുക്കിപ്പോൾ അധികം ടൈം വേസ്റ്റ് ചെയ്യണ്ട, നമുക്ക് മൗണ്ടൻ എത്താനുള്ളതാ. അതെ അതെ, ഞാൻ വണ്ടി കയറാം. ഓക്കെ, മിനാഫെ ഓടി വന്ന് വണ്ടി കയറാം. വൈപ്പറുമായിട്ട് ട്രിപ്പ് പോകണമെങ്കിൽ നിങ്ങൾ താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇന്റീരിയർ ആക്ക്. നിനാസ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നു കേട്ടോ. ഒരു നാൾ, അതായത് നമ്മൾ സീസൺ 2 ഉണ്ടാക്കും. ആദ്യത്തെ സീരീസ് നമ്മൾ മൊത്തം പൈത്തണിൽ നമ്മുടെ സിറ്റി 2 അതായത് CPM മാപ്പ് കവർ ചെയ്യും. അതായത് ഫസ്റ്റ് സീസൺ പൈത്തൺ,
ഇപ്പോ ഇത് ഫസ്റ്റ് സീസണാണ്. സെക്കൻഡ് സീസണിൽ വൈപ്പർ കൊണ്ട് കവർ ചെയ്യും. തേർഡ് സീസണിൽ നിനാസിന്റെ കോബ്ര വട്ട് ഞങ്ങളൊരു കാർ ഇറക്കും. തേർഡ് സീസണിൽ നമ്മൾ മിക്കവാറും M5 എടുക്കും ബ്രോ. പക്ഷെ ഉറപ്പൊന്നുമില്ല, എന്തായാലും എൻ്റെ മനസ്സ് പറയുന്നു. ഈ ട്രിപ്പിന്റെ ഒരു ചെറിയൊരു ബ്രീഫ് പ്ലാൻ ഞാൻ പറയാം. നമ്മൾ ഇന്നാ രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച കാര്യം പറഞ്ഞു. അതിന്റെ കൂടെ ഞങ്ങൾ സെറ്റ് ചെയ്ത ഒരു കാര്യമാണ് F1ന്റെ ടിക്കറ്റ്. ഞങ്ങൾ F1 കാണാനാണ് മെയിൻ ആയിട്ട് പോകുന്നത്. അതെ അതെ, അതുകൂടെ ഉണ്ടായോണ്ട് അതൊക്കെ ഒരു നല്ല അതാണ് മെയിൻ. അതെ അതെ, അതാണ് മെയിൻ. പക്ഷെ F1 ഏറ്റവും അറ്റത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം കവർ ചെയ്യാനും പറ്റും. F1 ട്രാക്ക് നല്ല വിലയുണ്ട് ബ്രോ. ടിക്കറ്റിന് 10,000 11,000 ഉണ്ട്. 200 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 215 സ്റ്റക്കാണ്. 215 സ്റ്റക്കാണ്. ഇനാഷിന്റെ അടുത്ത് പറഞ്ഞോ ബ്രോ. മൊത്തത്തില് 40,000 45,000. പിന്നെ നമ്മൾ ബുക്ക് ചെയ്ത് VIP ടിക്കറ്റും കൂടി ആയത് കാരണം കുറച്ച് പൈസ കൂടി. അതെ അതെ, അതായത് നമ്മൾ ഷെയർ ഇട്ടതാണ്. നിനാസ് ഗസ്റ്റ് ചെയ്താണ് നമ്മൾ നിനാസിന്റെ ഒരു ചില്ലി കാശ് വാങ്ങിക്കത്തില്ല. ഹോട്ടല് അവൈലബിൾ ഉണ്ടോന്ന് തന്നെ എനിക്കറിയത്തില്ല. നമ്മൾ ഹോട്ടലൊക്കെ ട്രിപ്പ് വന്ന് ആ ദിവസം ബുക്ക് ചെയ്യാൻ വേണ്ടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും താറ് കൂട്ടി. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഒറ്റ മൈൻഡിൽ ഇറങ്ങി തിരിച്ചതാണ് ഈ കാറിൽ പോവാ പറഞ്ഞിട്ട്. ഇത് നിങ്ങൾ കാണുമ്പോൾ ഒരു ഒറ്റ മൈൻഡ് ട്രിപ്പായിട്ട് തോന്നുമെങ്കിൽ ഇത് കുറേ ദിവസത്തെ പ്ലാനിങ്ങിന്റെ ട്രിപ്പാണ്. പക്ഷെ ഈ കാർ എടുത്തിട്ട് ട്രിപ്പ് ഇറങ്ങാൻ പറഞ്ഞത് ഒറ്റ മൈൻഡാണ്. നമ്മള് കയ്യില് 1 കോടി പോലും ഇല്ല ബ്രോ. 10 ലക്ഷം ഇപ്പൊ എങ്ങനെ എടുക്കും പറഞ്ഞ് നിൽക്കുക. F1 ടിക്കറ്റ് എടുത്തപ്പോ തന്നെ മൊത്തം പൈസയും പോയി, ഉള്ള പൈസ. പിന്നെ ഈ ട്രിപ്പിന്റെ ക്യാഷ് എല്ലാം കൂടി ചേർക്കുമ്പോഴേക്ക് 5 കോടി ഒന്നും ഉണ്ടാകത്തില്ല. അമ്മേ, അതെ 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 അതെ. അപ്പം നമ്മൾ ഏകദേശം ഒക്കെ മൗണ്ടൈൻ എത്താനായി തോന്നുന്നുണ്ട്. അല്ല അല്ല അല്ല, സിറ്റി 1 എത്തിട്ടോ. പിന്നെ ബ്രോ ഇന്നത്തെ മീറ്റപ്പിന്റെ റീസൺ ട്രിപ്പ് ഇറങ്ങി തിരിച്ചു മീറ്റപ്പിന് പോകാനും പറഞ്ഞു. മീറ്റപ്പ് പോകാൻ പറഞ്ഞു, മറന്നുപോയി. എന്തായാലും കഴിഞ്ഞ അവന്മാരെ വിളിച്ച് ഞാൻ പറയാം. ഞാൻ ഒന്ന് വിളിക്കട്ടെ, നിങ്ങളെല്ലാം ഒന്നും ഉണ്ടായിരിക്കണേ. ഓക്കെ. ഹലോടാ, ഞങ്ങക്ക് ഇന്ന് മീറ്റപ്പിന് വരാൻ പറ്റില്ലടാ. ഞങ്ങളൊരു ട്രിപ്പിന് പോയിരുന്നു. മീറ്റപ്പ് വെക്കാടാ നമ്മുടെ മൗണ്ടൈനില്. ഞങ്ങള് മൗണ്ടൈനിലല്ല എവിടെയായിരുന്നു F1 മൗണ്ടൈൻ ഡെസേർട്ടൊക്കെ കഴിഞ്ഞു പോകണം. ഡെസേർട്ട് കഴിഞ്ഞു. അപ്പൊ ഡെസേർട്ട് കഴിഞ്ഞുള്ള ഏതെങ്കിലും ലൊക്കേഷൻ ഞങ്ങൾ അയച്ചുതരാം. അങ്ങോട്ട് വന്നാൽ മതി, അവിടെ ഞങ്ങൾ കാണും. അതായത് നമുക്ക് എല്ലാവർക്കും കൂടി പറ്റുകയാണെങ്കിൽ F1 കാണാൻ പോവാ. അവന്മാരുടെ അടുത്ത് പൈസ എടുക്കാൻ പറ ടിക്കറ്റ്. ടിക്കറ്റിന് ഇത്തിരി പൈസ ഇട്ടാ മതി. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി കാണാം. ഓക്കെ. അതെ അതെ അതെ. അപ്പൊ ശരിടാ. ഓക്കെ ഗൈസ്, അപ്പോ ഇപ്പൊ വിളിച്ചത് നമ്മുടെ പിള്ളേരാണ്. അതാണ്, നമ്മളാണെങ്കിൽ ട്രിപ്പ് ഒറ്റ മൈൻഡാ പ്ലാൻ ചെയ്തത്. താറിലാണെങ്കിലും നമ്മള് ടൈമൊന്നും നോക്കിയില്ല. 6.5 hours later. എന്താ പണ്ടത്തെ ബുക്കുകളിൽ ഇവിടുത്തെ ഒരു ഫോട്ടോ പതിച്ചിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് തലമുട്ടോ ശരിയല്ല. നമ്മള് മൗണ്ടൻ എത്തിപ്പോവും. പിന്നെ മൗണ്ടൈനില് ഒരു കാര്യം പറയുക, പേടിക്കരുത്. മൗണ്ടൈനിൽ ആണ് കൂടുതലും ഡൈനോസോഴ്സ് ജീവിച്ചിരുന്നതെന്നാണ് പറയുന്നത്.
ആ ഡൈനോസോഴ്സ് ഇപ്പം ഇല്ലാന്ന് വിചാരിക്കാം. ഓക്കെ ഓക്കെ നമുക്ക് അതെല്ലാം വെച്ചിടും. ആ അതിന് എക്സ്റ്റിൻ ടൈപ്പ് ആയല്ലോ. പക്ഷേ ഇവിടെ കൊമോഡോ ഡ്രാഗൺസിന്റെ എണ്ണം കൂടുതലാവാൻ ചാൻസ് ഉണ്ട്. കൊമോഡോ ഡ്രാഗൺസിന്റെ കൊമോഡോ ഡ്രാഗൺസിന് നമ്മുടെ വണ്ടി ഇരിക്കുമ്പോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം അതുറപ്പാണ്. ഓക്കെ അപ്പോ അപ്പൊ നമുക്ക് വെൽക്കം ടു മൗണ്ടൻസി തന്നെ ഇന്നത്തെ വീഡിയോ നിർത്താം. അപ്പം ഇറങ്ങ വണ്ടി ഇറങ്ങും. ഇവന്മാർക്കൊരു ഇതില്ല ബ്രോ, റെസ്പോൺസിബിലിറ്റി 2024 തന്നെ ഇരിക്കുക. അതാണ് ബോർഡ് വെച്ചൂടെ? എനിക്ക് തോന്നുന്നു മൗണ്ടൻ സ്ഥലം വന്നിട്ട് 2024 അപ്പൊ എന്തായാലും നിനാശ പുറത്തിറങ്ങാ. ഇങ്ങനെ നിൽക്കല്ലോ, ഇങ്ങനെ നിൽക്കും. അങ്ങനെ ഈ വെൽക്കം ടു മൗണ്ടൻസി തന്നെ നമ്മുടെ ട്രിപ്പിന്റെ ഫസ്റ്റ് പാർട്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 3 പേരും ഓൺ ദ ട്രിപ്പാണ്. അപ്പം ഈ ബാക്കി ട്രിപ്പിന്റെ വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കും. നമ്മള് പൊളിക്കും, അതൊക്കെ അത്ര ഉള്ളൂ. പിന്നെ അല്ല അവന്മാരെ ഉടായ്പ കാണിച്ച് വരാതിരിക്കുന്ന അവന്മാരെ കാണാൻ പറ്റത്തില്ല. ഞങ്ങളെ വന്നാ കാണാം. ബ്രോ അടങ്ങി നിക്ക്. എടാ സോറി ബ്രോ അല്ല, ഇറങ്ങി നിക്കടാ, കമ്പനിയിൽ നിൽക്കാണ്. ഇന്നത്തെ വീഡിയോകളൊക്കെ തന്നെ ഉള്ളൂ. അപ്പം വീഡിയോയുടെ അഭിപ്രായം താഴെ ഉറപ്പായി കമന്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. ഓക്കെ ഓക്കെ ടാറ്റ.